വീടിന് പുറത്തിറങ്ങരുതെന്ന മൂത്ത മോന്റെ കൽപ്പന. അവൻ നിർത്തിയ ചാരന്മാരാ ചുറ്റും. ഇത് എന്റെ മോൻ മുരളിയുടെ ഫോട്ടോയാ. ഇതിനൊരു ചില്ലിട്ട് മോനിവിടെ സൂക്ഷിക്കണം. ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് മോനെങ്കിലും എനിക്ക് വിശ്വസിക്കാലോ. അമ്മയുടെ ഈ മോൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? 2 പാർട്ടിക്കാരും അവന് വേണ്ടി കാത്തിരിക്കുക ഇവിടെ. അവർക്ക് ജയിക്കാൻ എന്റെ മോന്റെ ജീവൻ വേണം. വേണ്ട, അവൻ ഇനി ഇങ്ങോട്ട് വരണ്ട. ഇതിൽ വിളിച്ച് അവനെ കിട്ടും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോനെന്ന് വിളിച്ചു പറയണം, ഈ നശിച്ച നാട്ടിലേക്ക് ഇനി വരണ്ടെന്ന്. ഈ അമ്മയ്ക്കിനി അവനെ കാണണ്ട. സഹാക്കളെ, വിദേശ ബീജ കുത്തകകളെ ഒറ്റപ്പെടുത്തുക, നാടുന്നുകൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം MLA-യുടെ വീട്ടുപടിക്കല് കുട്ടന്റെ നേതൃത്വത്തില് ഒച്ചിറ വേലു നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ 2ാം ദിവസമാണ്. പണ്ട് മഹാകവി പ്ലീ പാടി വിദ്യായന്തിനോ മർത്യനു വിത്തുകാളകൈവശമാവുകിൽ പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ച വ്യവസ്ഥിതിയെ, ആ യാഥാസ്ഥിതിക വ്യവസ്ഥിതിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ, അല്ലെ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളയേക്കാൾ ഭയാനകമായിരിക്കും. ഓർക്കുക വല്ലപ്പോഴും. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ ഇവന്? അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുതണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളിയും. ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ. അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും. ഇവനെന്തിനാ ഓർണേ? അച്ചമ്മേ, ശരിയാക്കി തരണ്ട. എവിടെയാണ് നിന്റെ ഭൂമിക ചേച്ചി? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഒന്ന് കാണാൻ. ആരെ? അല്ല, ഇതുങ്ങളൊക്കെ ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്താന്ന് മനസ്സിലായി. അല്ല, എന്ത് ധൈര്യത്തില് താനിപ്പോ ഇങ്ങോട്ട് കയറി വന്നേ? ഇളയച്ചൻ ഇവിടെ ഇല്ലാത്ത തന്റെ ഭാഗ്യം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൃത്യമായി പറഞ്ഞാൽ MLA-യും പരിവാരങ്ങളും ഇപ്പോ തഹസീൽദാരുടെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, വേഗം സ്ഥലം വിടാൻ നോക്ക്. താൻ എല്ലാം കേൾക്കണം, എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. അതെ, ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി. അതൊന്ന് നേരി പറയാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. താനെന്താ ഇവിടുന്ന് മോഷ്ടിച്ച്? തന്റെ ഹൃദയം. എന്റെ സമരം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ആ വൈദ്യുതി ഇപ്പൊ ഇവിടെ വന്നത്. MLA-യുടെ സ്ഥാനത്ത് നിന്നും അച്ഛമ്മ ഇപ്പോൾ തീർപ്പുണ്ടെങ്കിൽ തന്നെ. അവൻ എവിടെ? മതിലിയാടി പോണുണ്ട്. മതിലിയാടിയൊന്നു വരണടാ. കണ്ണിപ്പെട്ട തന്റെ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല. എങ്ങോട്ടെങ്കിലും പോയി ഒളിക്ക്. എങ്കിൽ പുള്ളിക്കാരോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ആ ഡോക്ടർ ചെക്കനെ കണ്ടോ നീ? ഞാൻ കണ്ടില്ല. അവന്റെ പാണ്ഡം. അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നതെന്നറിയണമല്ലോ. പാടോ. അവൻ വേദന ഒന്നും എടുക്കില്ല കേട്ടോ. സാരമില്ല. അയ്യേ, വൃത്തികെട്ടവന് കാണിക്കണ്ടില്ലേ ബാലപീഡനം. ആഹാ, ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ? എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? മൃഗഡോക്ടർ ആണെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ? ഒരു കിടാവിനാണ് മൂക്കേറ് കെട്ടിയത്. മിണ്ടാപ്രാണിയല്ലേ, ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അതിന് താൻ എന്തിനാ മതിലിയാടിയെ? ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ഈ കരിങ്കണ്ണൻ എന്നെ നോക്കി. അയ്യോ അച്ഛമ്മ, ഇയാള് കള്ളം പറയാ. മിണ്ടരുത്. ഇനി ഈ വേഷവും കെട്ടി MLA കാണാനാണെന്നും പറഞ്ഞ് വീട്ടു പരിസരത്ത് കണ്ടുപോകരുത്. നമസ്കാരം. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വരാനിരിക്കുകയായിരുന്നു. ഇതെന്റെ മോൻ ഡോക്ടർ സുധീർ. നമസ്കാരം. ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടറായി ജോയിൻ ചെയ്തു. പട്ടാമ്പി സ്വദേശം. പറഞ്ഞു വരുമ്പോ ഭൂമികയുടെ അമ്മയുടെ ഒരു റിലേറ്റീവായി വരും. എന്താ കാര്യം? മോന് ഭൂമിക വിവാഹം ആലോചിച്ച കൊള്ളാവുന്നുണ്ട്. ആയിക്കോട്ടെ. ഇവിടെ ജോയിൻ ചെയ്തെങ്കിലും ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകാനാ പ്ലാൻ.
കുടുംബത്തിലെ എല്ലാ സ്വത്തിനും ഏക അവകാശിയാ ഒറ്റ മോനേ ഉള്ളൂ. ഞങ്ങൾക്ക് ആകുള്ളൊരു മോളാ. അവളെ കെട്ടുന്നവനൊരു യോഗ്യനായിരിക്കണം. വഴിയിൽ വെച്ച് വേണ്ട പെണ്ണ് ചോദിക്കല്. ഒരു ചടങ്ങായിട്ട് തന്നെ ആയിക്കോട്ടെ. ശരി. നാളെ വീട്ടിൽ വന്നാൽ മതി. അവനെ കൊണ്ട് അവളെ ഞാൻ കെട്ടിക്കും. ആയുധങ്ങളും ശക്തിയും കൊണ്ട് നേടാത്തത് ഭരതൻ യുക്തി കൊണ്ട് നേടും. ബ്രഹ്മാസ്ത്രം തൊടുത്തിരിക്കുക അവന്റെ നെഞ്ചിലേക്ക്. വന്നത് നന്നായി. എനിക്കാണെങ്കിൽ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് പുറപ്പെട്ടു നിൽക്കായിരുന്നു. എങ്കിൽ വൈകിക്കണ്ട, ചടങ്ങിന് മോളെ ഒന്ന് കണ്ട് ജാതകക്കുറി കൈമാറാം. പിന്നെന്താ, നടന്നോളൂ. ഇതെന്താ ഇവിടെ? പെണ്ണ് ചോദിച്ചു വന്നതല്ലേ പങ്കജാശ, എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനെന്താ? ഇവൾ നന്ദി, ഇനം ജേഴ്സിയാ. നല്ല അടക്കം ഒതുക്കം ഉള്ളവളാ. ഇവള് മാളൂട്ടി. ഇത് എരുമ. ഇവളെ നിങ്ങളെ ചിരിപ്പിച്ച് കൊതിപ്പിക്കും. എരുമി തോമി എന്നാ ഞങ്ങള് വിളിക്കുന്നത്. നല്ല ഉഗ്ര പാട്ടുകാരിയാ. എന്താ ഞങ്ങളുടെ കുട്ടിക്ക് എന്താ ഒരു കുറവ്? ഞാൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എന്റെ പെണ്ണിന് ഇഷ്ടായില്ലേ? വിളിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നു അല്ലേ? അതെ, നിന്നെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ സൽക്കരിച്ചാലേ മറ്റുള്ളവർക്ക് ഒരു പാടാവുള്ളൂ. എനിക്കറിയാം നിന്റെ ഈ വരവിന്റെ പിന്നിൽ ബുദ്ധി ആറിയതാണെന്ന്. ആ ഭരതന്റെ അല്ലേ? ഏത് കൊടിയേറ്റ സായിപ്പായാലും കോറാത്ത പെണ്ണിനെ മോഹിച്ചാൽ കുടലെടുത്തേ വിടത്തുള്ളൂ ഇവിടുത്തെ പിള്ളേര്. ഞങ്ങൾ ദാനം ചോദിക്കാൻ വന്നല്ല. വേണ്ട, അമ്മ മിണ്ടായിരിക്കെ. പണം കൊണ്ടും കുടുംബഹിമ കൊണ്ടും കോറോത്തുകാരെക്കാൾ ഒട്ടും പുറകിലല്ല ഞങ്ങള്. ഞങ്ങൾക്കാരുടെ ഔദാര്യം വേണ്ട. ഭൂമികയെ നേരിട്ട് കണ്ട് ഞാൻ മനസ്സറിഞ്ഞോളാം. പെണ്ണ് ചോദിച്ച ആ നിമിഷം കഴുത്ത് വെട്ടേണ്ടതായിരുന്നു. ഇപ്പൊ വീണ്ടും നിനക്ക് ആ ജീവൻ ഭിക്ഷയായിട്ട് തരുന്നു. എന്തിനാണെന്നോ? നിന്നിങ്ങോട്ട് അയച്ചില്ലേ ആ ചെറ്റിയോട് ചെന്ന് പറയാൻ, മുള്ളിനെ മുന ചത്താൻ മെനക്കെടരുന്ന്. മനസ്സിലാടാ? അല്ല, കൈനാറ്റണ്ട. അപ്പോ അവന്റെ നെഞ്ചത്ത് തന്നെ തറച്ചു. അങ്ങനെ മർമ്മത്ത് വെട്ടിയാലേ അവന് നോവൂ. കൂറുകാട്ടിയവന് പാരിതോഷികമായി നൽകാൻ വെച്ച നിധി അവള്. അത് നീ കൈക്കലാക്കണം. എന്റെ കുടുംബത്തെ ഒന്നടങ്കം അപമാനിച്ച് ആട്ടിവിട്ടല്ലേ? വാശി തന്നെയാ. എന്തായാലും രണ്ടിലെന്നറിഞ്ഞ് ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ളൂ. മിടുക്കൻ. ആദ്യം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തണം. അവിടെയാണ് നിന്റെ കഴിവ്. കൂടെ ഞങ്ങളുണ്ടാവും. നാടൻ ബീജം തിളങ്ങുന്നു. ലോക്കൽ സെമൻ ഷൈനിങ്. പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എംഎൽഎക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങ് വടക്ക് യുപിയിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാന്തരിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ഒരേ ഒരു ശക്തിക്ക് കഴിയൂ. ഇത് ഭരതേട്ടന്റെ വകയാ. ഞാനിപ്പോ നിങ്ങളാളാ. അത് തന്നെയാ തന്നത്. കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു. അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി? അടിയടാ അവനെ. വഴിമാറ്, എനിക്ക് വീട്ടിൽ പോണം. അറിയാവുന്ന എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട്. തന്റെ പട്ടിക്കോ പൂച്ചയ്ക്കോ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കണമെന്ന്. അങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കാണാൻ കിട്ടുമല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ. ഒരാളെ ഇഷ്ടപ്പെടാൻ അയാളുടെ അനുവാദം വേണമെന്നില്ലല്ലോ. ഒരപേക്ഷയുണ്ട്. വല്ലപ്പോഴും എന്റെ കൂട്ടുകാരിയെ കാണാൻ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നിങ്ങൾ കാരണം എനിക്ക് ഇല്ലാണ്ടാവരുത്. തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നീയൊന്ന് മൂളിയ ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കുക. പേടിക്കണ്ട, പൂർണ്ണ മനസ്സോട് മതി. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരിക്കും.
അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ്, മനസാക്ഷി എന്ന നിന്റെ കോടതി. ഒരു നോക്ക് കണ്ട അന്നു മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി അവമാനിതരായി. ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാനാണ്. ഇപ്പോഴും നട്ടിലോടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രം. എന്നെ വെറുക്കാൻ പറ്റുമോ നിനക്ക്? എന്നെ അകറ്റാൻ പറ്റുമോ നിനക്ക്? എന്താ എന്തു വെച്ചു മോളെ? അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാ. കണ്ട തെണ്ടിയൊക്കെ പെണ്ണ് ചോദിച്ച ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ഇല്ല, ഒരുത്തിനോർത്ത് നീ ഇനി പേടിക്കേണ്ടി വരില്ല. എന്താ എന്റെ മോൾക്ക് പറ്റിയേ? എനിക്ക് പേടിയാവുന്നു അമ്മ. അമ്മ എന്റെ ഒപ്പം കിടക്കുവോ? ഞാൻ സ്കൂളിൽ നിന്ന് വരട്ടെ, അതിനുശേഷം സംസാരിക്കാം. ഞാൻ ആകെ ടെൻഷനിലായിഷേ. നീ എന്തിനാ അവരെ പേടിക്കുന്നേ? പറയാനുള്ളത് മുഖത്തോക്കി പറയണം. അവരെന്നെ പിന്തുടരുകയാ. ഞാൻ അവരോട് സംസാരിച്ച പ്രശ്നം. ഇളയച്ചൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ചൊല്ലി എന്തൊക്കെ ദുരന്തങ്ങളാണാവോ സംഭവിക്കാൻ പോണത്. ഞാൻ പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല. എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പൊ എനിക്കറിയണം. കൈവിട്. ഇല്ല, അതറിയാതെ ഞാൻ വിടില്ല. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും അതറിഞ്ഞേ ഞാൻ വിടുള്ളൂ. അറിയണോ അല്ലേ? ഈ ജന്മത്തില് എനിക്കൊരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ഒരാളെ മാത്രം. അവളെ കമന്റ് അടിക്കാൻ മാത്രം ആളായോ നീ? അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാന്ന് നിനക്ക് അറിയണം. അതാ എന്റെ പെണ്ണായത്. ഇവളെ ആരെങ്കിലും മോഹിച്ചാൽ, ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ആരെങ്കിലും ശല്യം ചെയ്തു എന്നറിഞ്ഞാൽ കൊടലടിക്കും ഞാൻ. ഹരീന്ദ്രന്റെ പെണ്ണായത്. ഹരീന്ദ്രന്റെ മാത്രം പെണ്ണ്. അതെ, പിന്നെ ഹരീന്ദ്രന്റെ പെണ്ണായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു. ഇനി എന്നെ ചൊല്ലി വീണ്ടും ഒരു ദുരന്തം. അത് കാണാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ എനിക്കറിയാം, ഈ മനസ്സിനുള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ അന്ന് അച്ഛമ്മയുടെ കൺവെട്ടത്തു നിന്നും എന്നെ ഒളിപ്പിച്ചത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ, ആ സ്നേഹം കൊണ്ട് തന്നെയാ ഇപ്പോഴും പറയുന്നത്.
ഇനി എന്നെ കാണരുത്, ഇഷ്ടപ്പെടരുത്. ഈ നാട്ടിൽ ഹൃദയത്തിനേക്കാൾ വില കൽപ്പിക്കേണ്ടത് സ്വന്തം ജീവനാ. അതുകൊണ്ട് അപേക്ഷിക്കുക, എന്നെ മറക്കണം. ചെറിയച്ഛന്റെ ആൾക്കാരാ, മാറിക്കോ, അവര് കാണണ്ട. ഞാൻ മാറില്ല. അയ്യോ, അവര് കണ്ട കൊല്ലും. ഞാൻ മാറില്ലെന്ന് പറഞ്ഞു. കേക്ക്. എവിടെയായിരുന്നു? ആയിഷയുടെ വീട്ടില്. ആ, കേറി ജീപ്പില്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കുളിക്കട കാല ആഘോഷിക്കാം. അച്ഛമ്മേ, ആ ഡോക്ടറെ കൈയോടെ കിട്ടി. തീർത്തു തീർത്തു. രാഘവ, ഈ ചോരയ്ക്ക് ഞാൻ പകരം ചോദിച്ച് അടങ്ങൂ. എന്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ പെണ്ണായിട്ടേ അവൾ ജീവിക്കൂ.
തീർത്ഥാടനത്തിന് പോണ അമ്മയെ കാണാനുള്ള ഉത്സാഹമൊന്നുമല്ല. ഇതിൽ വേറെ എന്തോ കൊലിഷ്ടുണ്ട് ഇല്ലേന്ദ്രപ്പ? അതെ. ഏയ് ഒന്നുമില്ല. എല്ലാ കൊല്ലവും തീർത്ഥാടനത്തിന് പുറപ്പെടുമ്പോ യാത്ര അയക്കാൻ ഞാൻ ഉണ്ടാവണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. പക്ഷെ സാറിന്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സ്മെല്ല് അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വരുന്നവരെ ഡോക്ടർ സുശീലിനാണ് ചാർജ്. അയ്യോ വേണ്ട, ഈ ജന്മം എനിക്ക് ഡോക്ടർ ആവണ്ട. സസ്പെൻഷൻ പിൻവലിച്ചത് തന്നെ സാറിന്റെ നല്ല മനസ്സ്. ട്രെയിൻ പോകുന്നതിന് മുമ്പ് സാറ് വന്ന് കേറിയട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉടനെ തന്നെ ഞാൻ തിരിച്ചെത്തും. ഓക്കെ? ഇനി അവൻ ഈ നാട്ടിൽ എത്തരുത്, കൊന്നേക്കൾ. എന്തായാലും നിന്റെ ആഗ്രഹം നിറവേറിയല്ലോ. അമ്മയ്ക്ക് അത് മതി. ഇതാ ഫ്ലാറ്റിന്റെ ചാവി. നീ പോകുമ്പോ പൂട്ടി വാച്ച്മാനെ ഏൽപ്പിച്ചാ മതി. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അമ്മയെ ഞാനൊന്ന് കൊണ്ടുപോകും അവളെ കാണിക്കാൻ. അതിനെന്താ, അമ്മ വരാലോ. എല്ലാ അമ്പലങ്ങളിലും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ഇവിടെ നിർത്തിക്കോ. എത്രയായി? 10 രൂപയായി സാറേ. ഒരു സെക്കൻഡ്. രക്ഷപ്പെട്ടോ സാറേ? ഇല്ല, നോക്കാം. ശത്രുവല്ല, രക്ഷിക്കണം. ഞാൻ കുഴപ്പത്തില്ല. വേഗം കേറിക്കോ. ആരാ? ഞാൻ ഹരീന്ദ്രൻ. ഹരീന്ദ്രന്റെ പെണ്ണായത്. ഹരീന്ദ്രന്റെ മാത്രം പെണ്ണ്. രക്ഷിച്ചതിന് നന്ദി. ശ്രമം പാളി അല്ലേ? ജാമ്യത്തിലിറങ്ങിയതും പൂജപ്പുര ജയിൽ വളപ്പിൽ വെച്ച് തന്നെ തീർക്കണമായിരുന്നു. ചെമ്പട്ടിൽ പൊതിഞ്ഞ അവന്റെ ജഡമായിരുന്നു ഈ നാട്ടിലെത്തേണ്ടിയിരുന്നത്. കയ്യിൽ കുടുങ്ങിയതാ, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. കോറോത്ത് രാഘവന്റെ കുരുതി കോഴിയ. അവൻ അടങ്ങിയിരിക്കില്ല. ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും, സൂക്ഷിക്കണം. ഹരീന്ദ്രന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥലത്തിലേതായി പോയി. നരനായിക്കൾ അവന്റെ ജീവന് വേണ്ടി കൊലവിളി നടത്തിയപ്പോ എവിടെയായിരുന്നു നീയൊക്കെ? ഇപ്പൊ ഞാൻ ഈ കുപ്പായിട്ട് ഞെളിഞ്ഞേക്കുന്നത് അവൻ ചെയ്ത ത്യാഗ. അന്നാ ശശിധരന്റെ കൊലക്കുറ്റം അവൻ ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കോറോത്ത് തറവാട്ടിലേക്ക് ഒരു MLA ഉണ്ടാവില്ലായിരുന്നു. ഏതവനായാലും നേരിട്ട് വെട്ടിത്തീർത്താണത്വം കാണിക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ ഒളിപ്പോര് നടത്തിയല്ല. ശത്രു വേറെ ആരുമില്ല, അവൻ തന്നെയാ. സ്വന്തം നാട്ടിൽ വെച്ച് ഹരീന്ദ്രന്റെ രോമത്തെ പോലും സ്പർശിക്കാൻ പറ്റില്ലെന്ന് ഭരതൻ അറിയാം. അതുകൊണ്ട് ആ തെണ്ടി തട്ടകം മാറ്റി ചവിട്ടിയതാ. എന്തായാലും ചേട്ടന്റെ രക്തസാക്ഷിത്വം ഒന്ന് കഴിഞ്ഞോട്ടെ. ചക്കരക്കല്ലിറങ്ങാനാവുണ്ടോ? ഹലോ ടിക്കറ്റ്.
ഏത് വകുപ്പില്? ഓഹോ, ഡ്യൂട്ടിയിലിരിക്കുന്ന അനന്തം പോലീസിനോട് വകുപ്പ് ചോദിക്കാൻ മാത്രം ആളായോ താൻ? നാട്ടിൽ നിയമം നടപ്പാക്കാൻ 24 മണിക്കൂറും ഈ ഉടുപ്പും വിട്ട് ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥനാ. വകുപ്പ് ഞാൻ പറയണോ? ഏത് വകുപ്പായാലും ശരി, യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം. ചേട്ടാ, തർക്കം വേണ്ട. ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. വേണ്ട, അനന്തം പോലീസിന് ആളുടെ ഔദാര്യം ആവശ്യമില്ല. ഒരു നിയമപാലകന്റെ അവകാശമായത്. ഞാൻ ഇതിൽ തന്നെ യാത്ര ചെയ്യും. വെറ്ററിനറി ഡോക്ടർ? അതെ. എവിടുന്ന്? നാട്ടിൽ നിന്ന് വരിക. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാ ഓട്ടോ സ്ട്രൈക്ക് ആണെന്ന് അറിഞ്ഞത്. ഇതല്ലേ വർഗം. ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഉണ്ട്. ഏത് നിമിഷവും അവൻ ഈ നാട്ടിലെത്തും. എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം. അങ്ങോട്ട് പോവാ. മെസ്സേജ്. ഹലോ, അനന്തം പോലീസ് സ്പീക്കിംഗ്. എല്ലാ ബസ്സും അരിച്ചു പറക്കണം. പെർമിഷൻ ഇല്ലാതെ ഒരു ബസ്സും സ്റ്റാൻഡിൽ കയറാൻ അനുവദിക്കരുത്. ഓവർ. അതെ, വട്ട് കേസാ. അയാൾ തെരഞ്ഞെടുക്കുന്നത് സ്വന്തം മോനെ തന്നെയാ. അവൻ ജയിലിൽ നീ നാട്ടിലെത്തി കഴിഞ്ഞു. ആരാ? ഹരീന്ദ്രൻ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക, നേടൽ കൊണ്ട് നേടുന്നേക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേലി കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. നീ വീണ്ടും വന്നല്ലേ? ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തില. ഒന്നുകിൽ നിനക്കൊരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കൊരു ബോംബ് പൊട്ടി ഡെഡ് ബോഡി. ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ച് വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി ബോംബ് പൊട്ടി. ഹരീന്ദ്രന്റെ കൈ കൊണ്ട് അവന്റെ കഥ തീർന്ന്. കുട്ടാ ഓടല്ലേ. ആരിക്കാല ഒന്ന് നിന്നേ. നിന്റെ വിത്തുകളെ കൊണ്ട് തന്നെ കുത്തി കൊല്ലിക്കാനല്ലേ? അല്ല, ഈ നാടും ഞെട്ടിക്കുന്ന സത്യം പറയാനാ. നിന്റെ അമ്മളിക്കുട്ടിക്ക് ഏത് ടൈപ്പ് കുഞ്ഞുങ്ങളെന്നാ പറഞ്ഞത്? അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏതാ? എന്നെ കൂടെ കൊണ്ടുപോ. നീ ഓടി ഒന്ന് വിട്ടോ. വിത്തുകളെ ഉന്നം വെച്ചിരിക്കുന്നത് എത്തമ്മയാടാ. പണ്ടേ അവനൊരു കണ്ണുള്ളതാ. പീഡന ഉറപ്പാ. നീ എന്തിനാണ് എത്ര സ്പീഡാ പോകുന്നത്? കാല രത്നമ്മയുടെ പുറകെ പോയി. ബ്രേക്ക് ഞാൻ എപ്പോഴേ പിടിച്ചേനെ. അപ്പം ബ്രേക്ക് ഇല്ലേ? നിർത്ത്. ഇത്ര സ്പീഡിൽ എങ്ങോട്ടേക്കാ? ആ കരിങ്കണ്ണ വേലുവിന്റെ കാല ഇട്ട് ഓടിക്കുവാ. ആണോ? മാറി ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിൽ വെച്ച് സൈക്കിളോട്ട് പഠിക്കാറാ. അയ്യേ, സ്റ്റാൻഡിൽ ഇറക്കിയില്ലേ? ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന് ഇനി വൈദ്യനില്ലാത്ത ആശുപത്രിയില്ലേ തവിട്ട് ഡോക്ടർ ഞാൻ. ഓ, ഇവന് കിട്ടിയിട്ടില്ലേ? മതിയാ? ഇത് ഗൗതം. ഇവനാണ് എന്നെ രക്ഷിച്ചത്. ഇവിടുത്തെ വെറ്റിനറി ഡോക്ടറാ. അറിയാം. ആള് നമ്മുടെ അനുഭാവിയാ. ഇടം മിടുക്ക. അതെന്താ താൻ അന്നേ പറയാതിരുന്നത്? ബ്രഹ്മാവിന്റെ ആയുസ ഹരീന്ദ്രന്. അതുകൊണ്ടല്ലേ അന്യനാടായിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഒരാള് തന്നെ തുണയായിട്ട് അവിടെ എത്തിയത്. ഞാൻ എന്ത് സഹായമാ ഇതിന് പ്രതിഫലമായിട്ട് നിനക്ക് ചെയ്യേണ്ടത്? ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രാൻസ്ഫർ പറഞ്ഞോളൂ. ചെറിയ പ്ലീസ്. പകരം ചെയ്യേണ്ടവൻ ഞാനല്ലേ. തൽക്കാലം കുറച്ചുനാൾ ഇവൻ ഇവിടെ നിൽക്കട്ടെ, എന്റെ ഫ്രണ്ടായിട്ട്. എപ്പോ ട്രാൻസ്ഫർ ആണോന്ന് ഹരീന്ദ്രൻ തീരുമാനിക്കും. വാടാ. വാടി ഇവിടെ. ലുക്ക്, ഇതെന്റെ ഭൂമിക. ആരോമലാൾ, പ്രേയസി, കാമുകി എന്നൊക്കെ പറയും. പക്ഷേ ഹരീന്ദ്രൻ പറയും എന്റെ മണവാട്ടിയെന്ന്.
കം. ഇത് ഡോക്ടർ ഗൗതം, എനിക്ക് റീബർത്ത് തന്നവൻ. ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥന കൊണ്ടാവാം. ചിലപ്പോ താൻ കരുതും എന്നെപ്പോലൊരു മുരടനെ ഈ സുന്ദരി പെണ്ണ എങ്ങനെ ഇഷ്ടപ്പെട്ടു. അതാണ് ഹരീന്ദ്രൻ, അതാണ് എന്റെ ഭൂമിക. ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ നിറം ചുവപ്പാണ്, രക്തച്ചുവപ്പ്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ തറവാടിന് വേണ്ടി, എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് സജീവമായി എന്തിനുമേതിനും മുന്നേറി നിൽക്കുന്ന നമ്മുടെ ഈ ഹരീന്ദ്രന് ഈ കുടുംബത്തിന്റെ എല്ലാമായി എന്റെ ജ്യേഷ്ഠന്റെ മകൾ ഭൂമിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ചേട്ടന്റെ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് നമ്മുടെ മുതിർന്ന നേതാവ് നമ്പ്യാർ സാറിന്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നതാണ്. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ നിങ്ങളുടെ കാളാ? കാളയുടെ ഒരു യോഗം, കാളയോഗം. അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെയും പോയാ? കണ്ടില്ലേ നാശം? ഇപ്പോഴും അവിടെ നിന്ന് സ്വീകരിക്കുക. അമ്പട കള്ള കാര്യം ഒപ്പിച്ചല്ലേ? ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാറ് ചാവാത്ത സ്ഥിതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? അവൻ കൊടുത്തേക്ക്. എന്ത് നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ ഇവന് കൊടുത്തതാ. ഇവ പണ്ടേ ഇങ്ങനെ വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. വൃത്തികെട്ടവൻ. എന്താ ഇത്? ഞാനിപ്പൊ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടതും നന്നായ. രക്തസാക്ഷി ദിനത്തിന് 2 ആഴ്ച പോലും ബാക്കിയില്ല. കലാകായിക മത്സരങ്ങളിൽ നമ്മുടെ എല്ലാ ക്ലബ്ബുകാരെയും സജീവമായി പങ്കെടുപ്പിച്ചിരിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ അല്ല, അറിയാലോ. ഇത്തവണ മോളുടെ കല്യാണം വന്നു തന്നെ. ശരി, അപ്പൊ അങ്ങനെ കാലത്തെ മുതൽ ചൊറണ തുടങ്ങിയതാണല്ലോ എന്ന് പറഞ്ഞ ഇത് ചില്ലറപ്പെട്ട പണിയാന്ന്. ഹരീന്ദ്രൻ അകത്തുണ്ട്. അല്ല ജോസേട്ടാ, ഇങ്ങനെ അതെ, എന്തു തന്നെയായാലും കല്യാണത്തിന്റെ അന്ന് കേരളത്തിലെ എല്ലാ ജയിലുകളിലും നമ്മുടെ പാർട്ടിക്കാർക്ക് ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കണം. അല്ല, കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മണവാളം പൊറുക്കേണ്ടത് അവിടെയാണല്ലോ. എല്ലാം അറിഞ്ഞല്ലോ. അറിഞ്ഞു. നിന്നെ കാണാൻ തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് വേണ്ടി മരിക്കാനല്ലാതെ ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നിൽ നിനക്ക് വിശ്വാസമുണ്ടോ? എന്നേക്കാൾ. എങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. എടുത്തുചാട്ടമല്ല, ആത്മനിയന്ത്രണമാണ് ഇപ്പൊ നമുക്ക് ആവശ്യം. വിവാഹത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു മാർഗം ദൈവം നമുക്ക് തുറന്നു തരും. അതുവരെ നമ്മൾ തമ്മിൽ ഒരടുപ്പവും പാടില്ല. അറിയാലോ, മഷിയിട്ട് നോക്കുന്ന പരിവാരങ്ങളാ ചുറ്റും. വാക്കുകൊണ്ടല്ല, വാളുകൊണ്ടേ അവർക്ക് സംസാരിക്കാൻ അറിയും. അതുകൊണ്ട് ഒരു സംശയത്തിനും നമ്മൾ ഇടവരുത്തരുത്. നോക്ക്, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ സന്തോഷത്തോടെ വേണം ഇനി നിന്നെ കാണാൻ. അയ്യോ അച്ഛമ്മ, ഇതോടിപ്പിക്കോ. പോലും ഇവിടെ ഒരു ആഘോഷമാ. ഒരിക്കലും എന്റെ മോൾക്ക് ഈ അമ്മയുടെ ഗതി ഉണ്ടാവരുത്. നീ എടുത്ത തീരുമാനം ശരിയാ. ജീവിതകാലം മുഴുവൻ നെഞ്ചിൽ തേയും പേര് ജീവിക്കുന്നതിലും ഭേദം മനസ്സാൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പൊറുക്കുന്നതാ. മതി, ഈ വീട്ടിൽ എന്റെ അമ്മയെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയാനും അനുഗ്രഹിക്കാനും. എനിക്കത് മാത്രം മതി.
വിപ്ലവത്തിൽ തന്റെ അത്രയും അറിവും അനുഭവം ഇല്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന അതേ പ്രസ്ഥാനത്തെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവൻ തന്നെയാ ഈ ഞാനും. സ്വന്തം കുടുംബ ബന്ധങ്ങൾ കണ്ടറിയുന്നവന് മാത്രമേ ഒരു നല്ല ജനനേതാവാകാൻ കഴിയൂ. ഏയ് വേണ്ട, ഇല്ല, കേൾക്കണം. അറിയോ, നാട്ടുകാരുടെ മുന്നിൽ ഇപ്പോ അനന്തൻ പോലീസ് ഒരു കോമാളിയാ. ആ വേഷം എന്റെ അച്ഛൻ സ്വയം കെട്ടിയതാ. എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോ ഞാൻ തിരഞ്ഞെടുത്ത വഴിയെ നടക്കാൻ എന്നെ അനുവദിച്ചില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ എന്റെ അമ്മയുടെ മരണം പോലും. നെവർ ലുക്ക് ബാക്ക്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. തിരനോട്ടമാണ് സഖാക്കളുടേത്. ഇപ്പോഴെന്നല്ല, എല്ലായ്പ്പോഴും. കമ്മിറ്റ്മെന്റ്സിനും സെന്റിമെന്റ്സിനും അവിടെ സ്ഥാനമില്ല. ഇൻക്ലാബ്, ഇൻക്ലാബ്.
ഒന്നും പറയണ്ട, ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ടാണെങ്കിലും ഉടൻ നീ അവിടെ നിന്ന് തിരിക്കണം. ഞാൻ എത്ര തവണ നിന്റെ മൊബൈലിലേക്ക് വിളിച്ചോന്നറിയോ? അമ്മ, ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല. അത് ടോട്ടലി ഡെൻഡാ. അമ്മ വിചാരിക്കുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? ഫ്ലാറ്റിനകത്തൊരു ജയിൽ പുള്ളി ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ അവിടെ അവനുമായിട്ടല്ലേ നിനക്ക് ചങ്ങാത്തം? അമ്മേ പ്ലീസ്, കുറച്ച് ദിവസം കൂടെ, എന്നിട്ട് ഞാൻ തന്നെ ട്രാൻസ്ഫർ മേടിച്ച് അങ്ങോട്ട് വന്നോളാം. ഒരു ദിവസം പോലും നീ അവിടെ നിൽക്കരുത്. അവിടെ നിന്ന് ഒരു കല്യാണവും നിനക്ക് വേണ്ട. നിന്നെ കൈയോടെ കൊണ്ടുപോകാൻ അമ്പി അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അയ്യോ അമ്മേ, ഒരു 1.5 കോടി. കണ്ണൂര് പോകുമ്പോ മാഹി ചരക്കൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകും. സാറേ, എത്ര നേരമാണ് ഞാൻ പുറത്തേക്കണ്? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? വല്ല നേർച്ച ഉണ്ടാ? ഉണ്ടടാ, എന്റെ മുണ്ടിരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂര് വരെയുള്ള 12 ബാറുകളിൽ പറയെടുത്ത് പോകാമെന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്. ഇതിന്റെ ആളാ. നീ എണ്ണിക്കോ, എത്ര ബാറായി? 12 ഇനി അടിച്ചടിച്ച് ഈ പൈസ തീർക്കല്ലേ സാറേ? എനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച തിരുവനന്തപുരം വരെ എത്താനുള്ള. താൻ പേടിക്കണ്ടോ, തന്റെ കാശ് അവൻ സെറ്റിൽ ചെയ്തോ. ആര്? ആ സ്ഥലം MLA കോറത്തിൽ കഴിച്ചത് ഒറിജിനൽ ആണോ എന്നൊരു സംശയം. ശരീരം റിജക്ട് ചെയ്യണം. ഞാൻ ഒരു 1.5 കളഞ്ഞിട്ട് വരാം. നീ ഒരു അരയടി ഒന്ന് പൊതിഞ്ഞെടുത്തു. മൊബൈൽ അടിക്കണ്ട. ഒന്നടി തള്ളേ അടിച്ച് കൊഞ്ചായി കിടക്കണ് സാറേ. MLA വീടെത്തിന്ന് സാറേ. ഏത് ബാറ? തള്ളേ മുണ്ടില്ല. നീ മുണ്ടരുത്. 4550 രൂപയിൽ നിന്റെ കാശ് ഞാൻ മുണ്ടിക്കോളാം. സാറേ, അണ്ടർവെയറില്ല. ഈ മുണ്ടെടുത്തോണ്ടോണ. ഇതാ. ഓ, എനിക്ക് വയ്യല്ല തള്ളേ. ആരെങ്കിലും ആകട്ടെ, തള്ളിമുണ്ടെങ്കിൽ കള്ളിമുണ്ട്. ആരാ നിരാഹാരം കിടക്കണത്? ഓ, കണ്ണൂർ സെക്രട്ടേറിയറ്റ് ആയിരിക്കും. ഓ, ചത്തുപോയാ? ആ, കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും. തൊടാൻ നിക്കണ്ട, പിന്നെ CBI വരും. മുണ്ടേക്കാരെ പിടിച്ചത്? നീ നമ്മുടെ പാർട്ടിക്കാരനാ. അതാ മുണ്ടേ പിടിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഓണർ ഗസ്റ്റാ. രാഘവനോട് പോയി രാഘവനെ വിളിയടാ. ആദ്യം 4550 രൂപ എടുത്ത് കാർ സെറ്റിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് മട്ടേ നീ വണ്ടി തിരിച്ചിട്ട് കാശിപ്പോരും. എന്താടാ? അതെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു 4550 രൂപ എടുക്കണം. ആരോടോ? ആ, ഒരു ഗസ്റ്റേ. ഞാൻ ആ കാറൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഗസ്റ്റോ? ആ, തിരുവനന്തപുരത്ത് നിന്ന് ആരോ വന്നു. പൈസ വിടി. ഇയാളിതെവിടെ പോയി? ഇവിടെ എവിടെയാ ഗസ്റ്റ്? കാറ് സെറ്റിൽ ചെയ്തു. പക്ഷെ അയാൾ മതിൽ ചാടിയപ്പോ കളഞ്ഞ്. എത്ര രൂപ കൊടുത്തു? 9500 നോട്ട്. സെക്രട്ടറി ആയിട്ടില്ല ഗസ്റ്റ്. നട്ടപ്പാതിരിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത്. നടപ്പും ബാബുവും കണ്ട ക്യാപ്റ്റൻ രാജിന്റെ അനിയനാന്ന ധാരണ. നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. കതറിട്ട ഗോസ്റ്റേ, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഇവനെ എവിടെ പോയി തപ്പാനാണ്? അങ്കിൾ, ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ കളി കൊള്ളാം. അല്ല സാറേ, എന്താ ചോദിച്ചേ? എപ്പോ ചോദിച്ചു? തോളത്തിന് മമ്മട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേണം. ഓ, കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ പെമ്പിള്ളേരെ വളക്കാൻ. ഓരോ വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നിന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കാണ്. അവരിന്ന് വരെ നാളെ പോകും. ആ, ഒരു കാര്യം അറിയാനാ. ഹസ്ബൻഡിനൊന്ന് വിളിക്കാം. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ, എന്റെയും. ആങ്ങളും ആരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക. സൂര്യൻ, കതിരവൻ, ആദിത്യൻ. കുഴപ്പമില്ല. 3-ൽ 10 പേർത്ത് ഓക്കെ. കട്ടില് പണിഞ്ഞാ തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ?
അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ പത്തര മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ. കളിയാക്കാതെ. ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ചാൻ കോവിലിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട്. ഇതവൻ തന്നെ. എടാ ഗൗതമ, അവിടെ നിൽക്കാൻ. അമ്പിയണ്ണൻ. അതേടാ അമ്പി തന്നെ. നിന്നെ പൊക്കാൻ അറിയാൻ വന്നത്. സമയത്തിന് നിന്നെ കിട്ടിയില്ലെങ്കിൽ ഡെഡ് ബോഡി കൂടെ നാട്ടിൽ ചെയ്യാൻ പോകും. എന്റെ ഈശ്വര, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ വന്നതാ. രക്ഷിക്കണേ. അയ്യോ, എന്തുവാടി ഇതൊക്കെ? രക്ഷിക്ക്. അതിനെന്താ തലകുത്തി നിൽക്കുന്നേ? നേരെ ഒന്ന് സംസാരിക്കും. അയ്യോ, ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക്. തലകുത്തി നിൽക്കുന്നത് ചേട്ടനാ. ഓഹോ, എന്താ രത്നം, എന്ത് പറ്റി? നമ്മുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ കതിരിട്ട ഒരാൾ വന്നിരിക്കുന്നു. ആളവിടെ പോയി. ആളെ കണ്ട് ഡോക്ടർ ഓടി. കൊല്ലാനായിട്ട് കുറെ അയാളും പോയിട്ടുണ്ട്. പ്രഭുദേവ വാടാ. ആ തോർത്തെടുത്ത് മാനം മറയ്ക്ക. അയാൾ പേടി. സുശീല ഉടുത്തത് പോയടാ. അജി, എടാ ഒരു തുണിയിട്ട് താടാ. അല്ല, ഞാനീ പ്രസ്ഥാനക്കാരനാ. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. നിരാഹാരമെന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. എന്താ? നാടും കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, ക്വിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നോളാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്തുവായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. അഴിക്കടാ, മുണ്ടഴിക്കടാ. എന്തേത്? ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി. കുട്ടിത്തോക്ക് ഇതുവഴി തന്നെയാണ് ഓടിയത്. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ലോ. സമരമുറക്കി ഇപ്പൊ ഇങ്ങനെയായ. നീ പോടാ, ആണും പെണ്ണും കെട്ട താടി വെച്ച 9. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലൊടുക്കി. എവിടെ? എന്റെ കണ്ണും പിടിക്കുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഒരു കണ്ണടച്ച് ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ഇപ്പൊ കണ്ട് സമ്മതിച്ച്. നിന്റെ ഒറ്റക്കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ, എന്റെ കണ്ണ് കാണില്ല. എനിക്ക് വേണ്ടി ഞാൻ പറ്റിയ കളിച്ച് പറയാൻ പറ്റില്ല, വല്ല ബോംബാറ്റി ആയിരിക്കോ? ആ മട്ടൻ ബിരിയാണിയാ. കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി. അയ്യേ, ഉണ്ടംപുരിയാ. ആ ഉണ്ടംപുരി ഉണ്ടംപുരി. അയ്യോ, ബോംബ്. സുശീലന്റെ കാര്യം കഷ്ടാ. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിരിക്കാനായിരിക്കും. ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് 2 കണ്ണും കെട്ടി വെച്ചേക്കും അവര്. എനിക്കതല്ല, അമ്പി അണ്ണൻ എവിടെ പോയെന്ന് ഒരു പിടിയില്ല. അത് ആ ഓട്ടോ ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാണും.
ആശുപത്രി കിടന്ന ആള് ദേ വരുന്നു. ദൈവമേ, ഇവിടെ പവർ കട്ടാ. കണ്ണ് രണ്ട് മൂടി കെട്ടിട്ട പവർ കെട്ടുന്നു. ഓ, അത് ഞാൻ മറന്നു. വാ ഇറങ്ങാശാനെ. ഡ്രൈവർ അപ്പൊ ആശാനാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത്. എന്റെ ആയുസിന്റെ ഒരു ബലേ. ആശാനെ, ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം. പ്ലീസ് വേണ്ട, എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ. ആരെ? അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ? തേടിയ പള്ളി കാലിൽ ചുറ്റി. നിന്റെ കാലല്ല, നിന്റെ അപ്പന്റെ കാലിൽ. വാ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തല്ല, ഇറങ്ങി ഓടിയതാ. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസാക്കുന്നു. അപ്പൊ പിച്ചക്കാരനല്ല, രോഗിയാ. ജന്മനാ ഇത് തന്നെയാ രൂപം. ജനിച്ചപ്പോ ചെറുതായിരുന്നു. എവിടെയാ വീട്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? എന്താ പേര്? അംബുജാക്ഷൻ. വേണ്ടപ്പെട്ട ഒരു അമ്പിയെന്ന് വിളിക്കും. അമ്പി അണ്ണനാ? അമ്പടാ. നീ ഒരുത്തരാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. അപ്പൊ മിത്രമായി വന്നത് ശത്രുവായിരുന്ന? ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് ഉറപ്പെടണം. അമ്പി അണ്ണ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ്. വാ, എടുക്ക്, പെട്ടി എടുക്കടാ. രത്നമ്മയല്ലേ വന്നത്? അതെങ്ങനെ മനസ്സിലായി? നല്ല പുളിച്ച മോരിന്റെ മണം. ആരാകത്തേക്ക് പോയത്? അമ്പിയണ്ണൻ. ആളാരാന്നറിയോ? ഇല്ല. അമ്പി അണ്ണ, ഞാൻ പറയുന്നത് കേക്കും. രത്നമ്മ തന്നെ പറ, ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ട് എന്നെ പിടിച്ചോണ്ടോ വന്നിരിക്കുവോ? ഈശ്വര, നേരോ? ഇല്ല, ഞാൻ വിടത്തില്ല. എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ? സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കയറി പിടിച്ചത് അതിലാ. വീക്ക്നെസ്സിന് പിടിവിട്ട് പെട്ടിയുണ്ടാത്തോക്കടാ. കുറെ നേരമല്ല നിങ്ങൾ അവിടെ ഇവിടെ പിടിക്കാൻ തുടങ്ങിയിട്ട്. രത്നമ്മേ, ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുതട്ടാ. എപ്പോഴാ നമ്മള് ഇത് പേഴ്സണലായിട്ട് കാണുന്നത്? എന്താ സംസാരിക്കേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം. ഞാൻ അവിടെ നിൽക്കാം. ഗൗതം, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ലേ, രഹസ്യമായി ഇത്രയും കൂടിക്കാഴ്ച പോലും നമുക്ക് പ്രശ്നമാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ അമ്പിയണ്ണനെ അയച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അയ്യോ ഭൂമികെ, സംസാരിച്ച മതി. എനിക്ക് സംസാരിക്കണം. എന്താ ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. അവരുടെ കണ്ണിപ്പിടാൻ ഓടി രക്ഷപ്പെടാം. വെട്ടി നുറുക്കിയിട്ടും ഞാൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്ത് കൊട്ടിഘോഷിച്ചാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോറോത്ത് മുറ്റത്ത് നിനക്കൊരു കല്യാണപ്പന്തൽ ഉയരില്ല. അതെന്റെ വാശിയാ. ഇവനാണ് ഡോക്ടർ. ഇപ്പൊ വേണ്ട, വാടാ. അപ്പൊ ഇത്
ഇതായിരുന്നു നിന്റെ ട്രാൻസ്ഫറിന്റെ രഹസ്യം. അമ്മയും മകനും ചേർന്ന് അത് എന്നിൽ നിന്ന് ഒളിപ്പിക്കുമായിരുന്നല്ലേ? രണ്ടും സിംഹത്തിന്റെ മടയിൽ കിടന്ന് മണ്ണപ്പം ചുട്ട് കളിക്കല്ലേ? സ്നേഹം ഉള്ളതുകൊണ്ട് പറയുക, ഇതൊരു തീക്കളിയാ. സാർ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പോകുന്നതാ നല്ലത്. ഞാൻ കൈവടിഞ്ഞാൽ ആ നിമിഷം അവൾ സ്വയം ജീവനൊടുക്കും. പക്ഷെ ആരോടാ നിങ്ങൾ ഈ കളിക്കുന്നതെന്നറിയോ? ജീവനോടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച്, മരണമാണെങ്കിൽ അതും. അത്രേ ഞങ്ങൾക്കറിയൂ. പക്ഷേ ഒരപേക്ഷയുണ്ട്. സഹായം ചെയ്തില്ലെങ്കിലും നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത്. ഇങ്ങോട്ട് അടിക്കരുത്. പിടിവിടാൻ പിടിവിടാൻ. നീ എത്തിയല്ലേ? കീഴടങ്ങുന്ന നല്ലത്. ഞാനാ പറയുന്നത് കീഴടങ്ങാൻ. നിന്നെ പിടികൂടി നിയമം നടപ്പിലാക്കിയാലേ അനന്തം പോലീസിന് കുപ്പായ കഴിക്കാൻ പറ്റൂ. മര്യാദയ്ക്ക് കീഴടങ്ങുന്ന നല്ലത്. അവിടെ നിൽക്കാൻ. നിന്റെ അച്ഛനാ പറയുന്നത്. ഓടരുത്. എടോ പ്രഭുദേവേ, നീ ചെയ്യുന്നത് ചാവാനാണോ ജീവിക്കാനാണോ? താനൊക്കെ എന്നെ പോലെ സ്ലിം ബ്യൂട്ടി ആകാൻ നോക്ക്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം. വൃത്തികെട്ടവൻ. കുറുക്കൻ്റെ അല്ലെങ്കിൽ എപ്പോഴും കോഴിക്കൂട്ടില്ല. അങ്ങനെ ഇപ്പൊ താനൊന്നും സൂഹിക്കണ്ട. അത് കൊള്ളാം. ചേട്ടാ, എന്താ കാണാൻ വന്നതാ. അപ്പൊ നീയും കണ്ടോ? കണ്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെടിമരുന്ന് കുത്തി നിറച്ച 4 അമുട്ടുകുറ്റികളാ ഇവിടെ ഉള്ളത്. തീ വേണമെന്നില്ല, വെള്ളം ഒഴിച്ചാലും മതി പൊട്ടിത്തെറിക്കാൻ. പിന്നെ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടി പിടിക്കാൻ വരരുത്. പറഞ്ഞേക്കാം. നിക്ക് ചേട്ടാ, ഞാനത് പറയട്ടെ. ഞാൻ പറയുന്ന കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവോന്ന്? കേൾക്കാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കാവിലെ തെയ്യത്തിനന്ന് രാത്രി വീട്ടിൽ വരണം. അത്താഴം ഒരുക്കി ഞാൻ കാത്തിരിക്കും. വരുമ്പോഴേ വളയും ചാന്തും ഒക്കെ കൊണ്ടുവരണം. മറക്കരുത് കേട്ടോ. വരാം. തെയ്യത്തിനന്ന് രാത്രി മറക്കാതെ വരാം. വളയും ചാന്തും ഞാൻ മറക്കാതെ കൊണ്ടുവരാം. ഓരോ ദിവസം കഴിയുന്തോറും ടെൻഷൻ കൂടി വരിക. അന്നത്തെ സംഭവത്തിന് ശേഷം ആയിഷയുടെ വീട്ടിൽ പോകുന്നത് പോലും വിലക്കിയിരിക്കുക. ഇപ്പൊ ഹരീന്ദ്രന്റെ മട്ടുംഭാവൊക്കെ മാറി. നേരിൽ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഒരാഴ്ചയുള്ള രക്തസാക്ഷി ദിനത്തിന്. അതിനു മുൻപ് എന്നെ രക്ഷിക്കൂ. കൊണ്ടുപോകും. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ. അവിടെ എന്തോ നമ്പ്യാർ സാർ വന്നേ. നമ്പ്യാർ സാർ വന്നേ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. നമ്പ്യാർ സാറിന്റെ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ. നമ്പ്യാർ സാർ
സാറൊരു മുന്നറിയിപ്പില്ലാതെ. എന്തായാലും എന്റെ വരവൊരു സർപ്രൈസ് ആയില്ലേ? ഇക്കുറി രക്തസാക്ഷി ദിനത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോ ഇവരുടെ കല്യാണത്തിന് സാറുണ്ടാവില്ലേ? എന്ത് ചെയ്യാനാ, എക്സിക്യൂട്ടീവ് മീറ്റിംഗാ, തനിക്കറിയാവുന്നല്ലേ. ഈ തറവാട്ടിലെ എല്ലാ മംഗളകർമ്മങ്ങളും ഒരു കാരണവരുടെ സ്ഥാനത്തുനിന്ന് നടത്തി തരാറുള്ളത് സാറല്ലേ. അപ്പൊ ഇത് മാത്രം ഞാനില്ലെങ്കിലും എന്റെ അനുഗ്രഹം എല്ലാം ഉണ്ടായിരിക്കും. അയ്യോ അത് പോരാ, ഞാനൊരു കാര്യം തീരുമാനിക്കുക. പോകുന്നതിന് മുമ്പ് കുട്ടികളുടെ മോതിരമാറ്റം സാറ് നടത്തി തരണം. അതെ, തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ തെയ്യം കഴിഞ്ഞ് മറ്റന്ന് ഇവരുടെ മോതിരമാറ്റം. മോളെ, ദീപം സാക്ഷിയായി ഇങ്ങനൊരു ചടങ്ങ് നടക്കരുത്. അതിനു മുൻപ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അല്ലാതെ നിങ്ങൾ ഒരുമിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. സ്വന്തം മകളോട് ഒളിച്ചോടാൻ അപേക്ഷിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്കുണ്ടാവില്ല. മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല. അവന്റെ സഹായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാളകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ട് മാത്രമേ ഡോക്ടർ, എന്താ ഭൂമിക തന്നയിച്ചതാ, ഞാൻ പോകട്ടെ. അതുകൊണ്ട് ഈ സമരം കാൽനടയായി കനിച്ചു കുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ഈ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവിടരുത്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ചലത്തെ ചലത്തെ സെക്രട്ടേറിയറ്റ് ചലത്തെ. ഈ നാട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവെടിയരുത്. ചില സാങ്കേതിക തകരാറ് മൂലം എന്റെ സെക്രട്ടേറിയറ്റ് യാത്ര കാവിലെ തെയ്യം കഴിയുന്നവരെ മാറ്റിവെച്ചതായി ഞാൻ അസന്നിധമായി അറിയിച്ചുകൊള്ളുകയാണ്. ജയ് കാവിലമ്മ. മണിയെന്നല്ലേ പറഞ്ഞത്? ആരുടെയും കണ്ണിപ്പെടാതെ രക്ഷപ്പെടണം. കാവിലമ്മ കൂട്ടിനുണ്ടാവും. കാവിലേക്ക് തന്നെയല്ലേ? എന്തേ വല്ലാത്തൊരു ഒരുക്കം. ഓല അഴിക്കുന്നതിന് മുമ്പെങ്കിലും കാവിലെത്തണം. പാടി. വൈദ്യരെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാ. ഇനി ഒരിക്കലും എന്റെ ശല്യം വൈദ്യരേക്കുണ്ടാവില്ല. ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് കൂടിയേ തീരൂ. ഒളിച്ചോട്ടോ? ആരും വരില്ല. കുറുമ്പൻ. കുറുമ്പൻ? അതേത് കുറുമ്പൻ? ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട. എന്താ ഇത്? കള്ളൻ. ആരോടെ ഇവിടെ സംസാരിക്കുന്നത്? പുറകെ പോയി നോക്കാം. വളകളോടെയും അണിയാത്ത വളകൾ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ. ആരുമില്ല. വേലു, ഇവിടുന്നു ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാട്ട. വേലുവല്ലേ?
ബാൽക്കണിയിൽ ആളുണ്ട്. ഇതെന്താ ഈ പാതിരാത്രിയില് തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്ക പഴുത്താന്ന് നോക്കാൻ വേണ്ടി കയറിയതാ. മാവിലല്ലേ? പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കിയ. ആണോ? ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പട്ട് സാരി ഉടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്ന് ഇരിക്കുമ്പോ നിന്റെ കെട്ടിയോൻ ആ കാലമാറിന് അങ്ങനെ എപ്പോ കയറി വരുമോ? അതിന് ചേട്ടൻ ഇപ്പൊ വിയൂർ ജയിലല്ലേ? ഓ, അയാൾ ജയിൽ ഇടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യായാലും ഞാനും. കാള കാള ഓച്ചിറ കാള. ഞാൻ വന്നു, വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ ദിവസവും പൊളിയും. ഞാനിപ്പോ എവിടെ ഒന്ന് ഒളിക്കാ. എന്താ വരുന്നു? വേഗം തുറക്ക്, നിന്റെ വേലി വന്നനാ. അത് കാളേന്ന്. ഇപ്പൊ പുറപ്പെട്ട നേരം നിൽക്കുന്നതും ഓച്ചിറെത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നവനെ ഞാൻ. ഒടുവിൽ കാലം മാറരുത്. എന്റെ അമ്മ പുതിയ വരുന്ന പുതിയ ചിട്ടിക്കാരൻ. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. 3 പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നുള്ള ഭർത്താവ് പിടിച്ചിരുന്നു. ചേട്ടൻ ജയിലിൽ ചാടി. ചാടിയോ? നീയോ? നീയോ? മിണ്ടണ്ട, തർക്കം വേണ്ട. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം. എന്റെ ഈശ്വര, ചേട്ടന്റെ കണ്ണിപ്പെട്ട വെട്ടിക്കൊല്ലും. ഇതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. അയാളെ കൊന്നിട്ടോ? അല്ല, പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം. ആ മെലിഞ്ഞ പാവത്തിനെ കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഇനി മുകളിലുള്ളവൻ കാക്കണം. വേലു ആദ്യം കൊല്ലാൻ ഓടിച്ചിട്ടത് പറഞ്ഞു. പേടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചു.